എന്താണ് ഭരണത്തിൻ്റെ പോരായ്മകളെന്ന് ആ ഗുരു ആ രാജാവിന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് രാജാവ് തൻ്റെ ഭരണശൈലിയിൽ മാറ്റം വരുത്തുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി രാജതന്ത്രങ്ങൾ പഠിച്ച ഭരണാധികാരിക്ക് ഒരു വിഷയമോ ഒന്നും വരില്ല. രാജഭരണത്തിന് എപ്പോഴൊക്കെ ഭംഗി ഉണ്ടാകുന്നുവോ അഭംഗി ഉണ്ടാകുന്നുവോ അല്ലെങ്കിൽ ഭംഗമുണ്ടാകുന്നുവോ അതിന് കാരണം രാജാവിൻ്റെ ഭരണരീതിക്ക് മാറ്റം വരുത്തേണ്ട സമയമായെന്ന് ഗുരുവിൻ്റെ ഉപദേശം കിട്ടുമ്പോഴാണ്. അതേപോലെ തന്നെയാണ് ഒരു ഗൃഹത്തിലെ ഭരണം അല്ലെങ്കിൽ ആ ഭരണം തെറ്റായ രീതിയിൽ പോകുന്നു എന്ന് മന്ത്രിക്ക് തോന്നിക്കഴിഞ്ഞാൽ മന്ത്രി ഗുരുവിനെ കാണാൻ പോകും. ആരാ മന്ത്രി? ഭാര്യയാണ്. ഭർത്താവാണ് രാജാവ്. അപ്പോൾ രാജാവും മന്ത്രിയും കൂടി ആ ഒരു കുടുംബം ഭരിക്കുമ്പോഴാണ് പ്രജകളായ സന്താനങ്ങളും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വളരെ സമാധാന അന്തരീക്ഷത്തിൽ പോകാൻ പറ്റും. അതല്ലെങ്കിൽ വളരെ ദുരിതം അനുഭവിക്കപ്പെടുമെന്നുള്ള കാര്യത്തിന് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതം കൊണ്ടുപോയില്ലെങ്കിൽ നാളെ നമ്മുടെ തലമുറകളെല്ലാം ദുരിതത്തിൽപ്പെടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ വ്യക്തതയോടെ ഒരു കാര്യം തീരുമാനിക്കുവാൻ നമുക്ക് ആരെ കണ്ടെത്തണം? ജ്യോതിഷ സംബന്ധമായ വിഷയത്തിൽ അവൻ്റെ കാലദോഷങ്ങളെക്കുറിച്ചും ശനിയുടെ അപകാരങ്ങളെക്കുറിച്ചും രാഹുകേതുക്കളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് അനുഭവിക്കുന്നു എന്നുള്ളൊരു അന്വേഷണം വേണ്ടേ? ആ അന്വേഷണത്തിനാണ് വസിഷ്ഠ മഹർഷി ഇവിടെ വാണിരുന്നത്.